ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെ പഠിച്ച് രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ കഥയെല്ലാം കേട്ട് നമ്മളിങ്ങനെ മിടുക്കരായിട്ടിരിക്കുകയാണല്ലേ. ആരായിരുന്നു അവസാനത്തെ രാജാവ്? ഓർമ്മയുണ്ടോ? ജ്ഞാനിയായ രാജാവ് എന്ന പേര് പറഞ്ഞ ആളാരായിരുന്നു? സോളമൻ രാജാവ് അല്ലേ. ഈ സോളമൻ രാജാവിൻ്റെ ഭരണകാലം തുടങ്ങി ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, അവിടെ വീണ്ടും ദൈവം ഇടപെടുന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഒന്നിച്ചേർന്നിരിക്കുക. നമുക്ക് നല്ല ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ? ഏറ്റു നിൽക്കാം. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന നല്ല ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളായിരിക്കുന്ന രീതിയിൽ അറിയുന്ന, സ്നേഹിക്കുന്ന ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അങ്ങയുടെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളേറെ സന്തോഷിക്കുന്നു. അങ്ങരോട് ചെയ്യുന്ന വാക്കുകൾ ശ്രവിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, അങ്ങനെ അങ്ങ് കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളുടെ കൊച്ചു ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ, പഠിപ്പിക്കണമേ. എന്നും കൂടെ ആയിരിക്കുന്ന അങ്ങയുടെ കൂടെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും, ഞങ്ങളുടെ എല്ലാ നന്മകളെയും, ഞങ്ങളുടെ കൊച്ചു കൊച്ചു തിന്മകളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിമിഷം മുഴുവനും അങ്ങയ്ക്ക് ഹിതകരമായ രീതിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിരിക്കാം. വീട്ടിൽ ബർത്ത്ഡേക്കൊക്കെ ഈ ജന്മദിനത്തിന് കുറേ തിരികളൊക്കെ കത്തിച്ച് വെച്ച് അതൂതുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? എന്തു രസമാ! നോക്കിക്കേ ഈ ചിത്രത്തിലേക്ക്. ഒരു സുന്ദരനായ ഒരു കുട്ടി ബർത്ത്ഡേ കേക്കിൻ്റെ പുറത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന മനോഹരമായ തിരികൾ ഊതുന്ന രംഗമാണല്ലേ. അത് കാണുന്ന നമുക്ക് ഉള്ളിൽ എന്താ തോന്നുക? വലിയ സന്തോഷം തോന്നും. ആ കുട്ടിയുടെ കൗതുകം, ആ കുട്ടിയുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മകളെല്ലാമാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുക. എന്നാലേ ആ കുഞ്ഞ് ആ തിരി ഊതാതെ ആ തിരിയുടെ നാളത്തിന് മീതെ കൈ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെയൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ തുറച്ച് മമ്മിമാരെന്ത് ചെയ്യും? ചാടി അവനിങ്ങനെ പിടിക്കും അല്ലേ. എന്തിനാ അങ്ങനെ പിടിക്കുന്നേ? എന്തിനായിരിക്കും? കൈ പൊള്ളുമെന്ന് ഒരു പക്ഷേ അവന് അറിയില്ലായിരിക്കാം. അപ്പം എന്ത് ചെയ്യും? അപകടമുണ്ടാകാതിരിക്കാൻ ആ കുഞ്ഞു പൈതലിന് എന്ത് ചെയ്യുകയാണ്? തിരുത്തലുകൾ നൽകുകയാണ്. രണ്ടാമത്തെ പടമൊന്ന് നോക്കിക്കേ. എന്താണ് അവിടെ? പഠിക്കുവാൻ വേണ്ടിയിരിക്കുന്ന ഒരു മിടുക്കനും മിടുക്കത്തിയുമാ. പക്ഷെ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോഴേ ഉറക്കം വന്നുപോയി. പഠിക്കാൻ എന്തൊരു താല്പര്യമാ! നമ്മളെപ്പോലെ. നമ്മളെങ്ങനെയാണോ? പുസ്തകത്തിൻ്റെ മുകളിൽ തല വെച്ച് കയ്യിലൊരു പെൻസിലൊക്കെ പിടിച്ച് ഉറങ്ങുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയുമാ അത്. ഇങ്ങനെ കിടന്നുറങ്ങുന്ന കുട്ടിയെ കണ്ടാൽ മാതാപിതാക്കൾ എന്ത് ചെയ്യും? പാവം, ഉറക്കം വന്നിട്ടല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിക്കാതെ കടന്നു പോകുമോ? ആണോ? അല്ലല്ലേ. എന്ത് ചെയ്യും? ഓടി വന്ന് തട്ടി അവനെ ഉണർത്തും. എന്തിനു വേണ്ടിയിട്ടാ? ഇത് പഠിക്കാനുള്ള സമയമാണ്, ഉറങ്ങാനുള്ള സമയമല്ല എന്ന് അവൻ്റെ മനസ്സിനെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലേ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ അവൻ അല്ലെങ്കിൽ അവൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അവിടെ ഓടി അടുത്തെത്തിയത് ആരാണ്? വീട്ടിലെ പപ്പ അല്ലെങ്കിൽ മമ്മി. മൂന്നാമൊരു ചിത്രമുണ്ട്, നോക്കിക്കേ. കാണുമ്പോൾ തന്നെ പേടിയാകും അല്ലേ. എന്താണിത്? തീരെ കുഞ്ഞൊരു കുട്ടൻ എന്ത് ചെയ്യുകയാ? വിജനമായൊരു പ്രദേശത്തെ കിണറിൻ്റെ കരയിൽ പോയി അതിനുള്ളിലേക്ക് എത്തി നോക്കുകയാ. എന്താ? അവനെങ്ങാനും അതിനുള്ളിൽ വീണുപോയാലോ? എന്ത് സംഭവിക്കും? ആ കുഞ്ഞു ജീവൻ, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആ കുഞ്ഞു കുട്ടിക്ക് എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. ഇങ്ങനെ അപകടം സംഭവിക്കാൻ പോകുന്ന രംഗം കണ്ടു നിൽക്കുന്നത് നമ്മളാണെങ്കിൽ
അവിടെ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നതെന്ന് കാണട്ടെ എന്ന് വെച്ച് നോക്കി നിൽക്കുമോ? ഇല്ല അല്ലേ? ഓടിച്ചെന്ന് നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യും? അവനെ പിടിച്ചെടുത്തുകൊണ്ട് മാറ്റിക്കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കും. അതെന്താണ്? കിണറാണ്, അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ വലിയ അപകടമുണ്ടാകുമെന്ന് അല്ലേ? ഇതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ചില പിഴവുകളെ, അറിയാതെ വന്നു പോയിട്ടുള്ള അപകടങ്ങളെ തിരുത്തുവാൻ വേണ്ടി ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന കുറച്ച് പേരെ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അതാണ് നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേര്. എത്രാമത്തെ പാഠമാണെന്ന് ഓർമ്മയുണ്ടോ? എത്രാമത്തെ പാഠമാണ്? 14ാമത്തെ പാഠം. പാഠത്തിൻ്റെ പേര് പറഞ്ഞു തരാം. ഇസ്രായേലിലെ പ്രവാചകന്മാർ. പറഞ്ഞു നോക്കിക്കേ, ഇസ്രായേലിലെ പ്രവാചകന്മാർ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ പ്രവാചകന്മാർ ഇവിടെ കടന്നു വരിക? പറഞ്ഞു തരാം. സിസ്റ്റർ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മുടെ രാജാക്കന്മാരിൽ ഏറ്റവും അവസാനത്തെ രാജാവായ സോളമൻ ബഹുജ്ഞാനിയായിരുന്നു, മിടുക്കനായിരുന്നു. എന്താണ്? ലോക പ്രശസ്തി ആർജിച്ചവനായിരുന്നു. പക്ഷേ അവരൊരു വലിയ തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ്റെ കാലത്ത് വന്നുപോയിട്ടുള്ള വലിയൊരു പാപം എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞു തന്നൊരു കാര്യമുണ്ടായിരുന്നു, ഇച്ചിരി കടുപ്പമുള്ള വാക്ക്. എന്തായിരുന്നു അത്? ഓർമ്മയുണ്ടോ? വിഗ്രഹാരാധന. എന്താ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ? ദൈവത്തെ മറന്ന് ചില ദേവന്മാരെയും ദേവികളെയും ഒക്കെ ആരാധിക്കുന്ന രീതിയാണ് എന്ത് പറയുക? വിഗ്രഹാരാധന എന്ന് പറയുക. സോളമൻ രാജാവിൻ്റെ കാലത്ത് രാജ്യത്താകമാനം എന്ത് ചെയ്തു? ഈ സോളമൻ രാജാവിൻ്റെ ഭാര്യമാരാൽ സ്തുതിക്കുകയും വണങ്ങുകയും ചെയ്തിരുന്ന ദേവന്മാരെ കൊണ്ടും ദേവിമാരെ കൊണ്ടും രാജ്യമാകെ നിറഞ്ഞു. ഇസ്രായേൽ ജനം പതുക്കെ പതുക്കെ എന്ത് ചെയ്യുവാൻ തുടങ്ങി? വിഗ്രഹാരാധന എന്ന ആ വലിയ തെറ്റിലേക്ക് വഴുതിപ്പോകുവാൻ തുടങ്ങി. സോളമൻ രാജാവിന് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി പല രാജാക്കന്മാരും വന്നു. അവരാരും തങ്ങളെ വഴി നടത്തിയ ദൈവത്തെ ഓർത്തതേയില്ല. അങ്ങനെ ഈ ജനത്തിൻ്റെ മുമ്പിൽ തങ്ങൾ കാണിച്ചു തരുന്ന ദേവനെ ആരാധിക്കുവാൻ വേണ്ടി ഈ ജനത്തെ മുഴുവനും ചൂഷണം ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ് അന്നത്തെ രാജാക്കന്മാർ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ദൈവം ഈ കൂട്ടരെ അയക്കുക. ഏത് കൂട്ടരെ? ഏതാണ് കൂട്ടർ? പ്രവാചകന്മാർ എന്ന് പറയുന്ന കൂട്ടരെ ഇസ്രായേൽ ജനത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെ കടന്നു വരുന്ന ഈ ഇസ്രായേൽ ജനത്തിലെ പ്രവാചകന്മാരുടെ ദൗത്യം എന്താ? അവരാരാണ്? അവരെന്താ ചെയ്യുന്നു? എന്തെല്ലാമാണ് ഈ പാഠത്തിൽ നാം പഠിക്കുവാൻ പോവുക. ഒന്നാമത്തെ ആശയം ഇതാണ്: ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ. അവരുടെ ദൗത്യം എന്താണ് എന്ന് ഈ പാഠത്തിൽ നന്നായി വിവരിച്ചു തരുന്നുണ്ട്. അവരുടെ ദൗത്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്? നേരിൻ്റെ വഴിയെ നയിക്കാൻ ഇവർക്ക് വലിയ പങ്കുണ്ട്. നേരിൻ്റെ വഴിയെ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായി പോയിട്ടുള്ള വഴിയിൽ നിന്ന് നേർവഴിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ പങ്ക് നമ്മുടെ ഈ പ്രവാചകന്മാർക്കുണ്ട് എന്ന് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനുള്ളിലൂടെ നമ്മളോടൊരു കൊച്ചു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്നോ? ദൈവം പറയുന്ന വാക്കുകളനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള വലിയ ഒരു അവബോധമാണ് ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത്. നോക്കിക്കേ, നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആര് നമ്മളെ നയിക്കുന്നുണ്ട്? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരവും ആ കാരുണ്യവുമെല്ലാം കേൾക്കുവാൻ നാം കാതോർക്കുമ്പോൾ തെറ്റായ വഴിയെ നാം നടന്നു പോകുമോ? ഇല്ല അല്ലേ? അങ്ങനെ തെറ്റായ വഴിയിലേക്ക് കടന്നു പോകാതെ നേരായ വഴിയെ, നന്മയുടെ വഴിയെ, സ്നേഹത്തിൻ്റെ വഴിയെ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കണം. ആരുടെ കൂടെ? ഈശോയുടെ കൂടെ. ഇനി ഇസ്രായേൽ ജനത്തിലേക്ക് വന്നിട്ടുള്ള ഈ പ്രവാചകന്മാരുടെ ആ സാഹചര്യം ഒന്ന് നമുക്ക് പഠിക്കാം.
ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ രാജാക്കന്മാരെ നൽകി. ശത്രുക്കളിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തെ എന്ത് ചെയ്തു? രക്ഷിച്ചു കൊണ്ടുപോയി. സമ്പത്തും സമൃദ്ധിയുമെല്ലാം ഈ രാജ്യത്തിലേക്ക് ദൈവം അളവറ്റ വിധം വർഷിച്ചു. പിന്നെയോ ഏറ്റവും മഹത്തായ ജെറുസലേം ദേവാലയം പോലും പണി കഴിപ്പിച്ചു. അങ്ങനെ കടന്നു വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ദൈവത്തോടുള്ള വിശ്വസ്തത ജനങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എങ്ങനെ? സത്യദൈവത്തെ മറന്ന് അവർ അന്യദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി. ജനം അപ്പോൾ എന്ത് സംഭവിച്ചു? അധാർമികതയിൽ മുഴുകി. ഈ സാഹചര്യത്തിലേക്കാണ് ദൈവം ആരെ അയക്കുന്നത്? പ്രവാചകന്മാരെ അയക്കുന്നത്. ചോദിക്കട്ടെ, ഈ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ? എല്ലാ വാക്കിനും ഉണ്ടല്ലേ ഓരോ അർത്ഥങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന്മാരെന്ന് പറയുന്ന വാക്കിന് എന്താണ് അർത്ഥം അറിയാമോ? പറഞ്ഞു തരാം. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. പഠിച്ചോ? പ്രവാചകന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. നല്ല പേരാണല്ലേ, നല്ല അർത്ഥമാണല്ലേ. നമുക്കും അങ്ങനെ ആകാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാകാൻ പറ്റുമോ? എവിടേക്കാണ്? വീട്ടിൽ, സ്കൂളിൽ, കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും. ഇനി ഈ പ്രവാചകന്മാർ ഇവരുടെ ജീവിതത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ജീവിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നോ? ഇസ്രായേൽ ജനത്തിൻ്റെ തെറ്റുകൾ അവരെ ബോധ്യപ്പെടുത്തി, കഠിനമായി അവരെ കുറ്റപ്പെടുത്തി, പിന്നെയോ പശ്ചാത്തപിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി. 3 കാര്യങ്ങളാണ് ചെയ്തത്. എന്തൊക്കെയാ? തെറ്റുകൾ അവരെ ബോധ്യപ്പെടുത്തി, കഠിനമായി അവരെ കുറ്റപ്പെടുത്തി, പശ്ചാത്തപിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന ഒരു മുന്നറിയിപ്പും കൂടി നൽകി. എന്നിട്ടോ അവർ ഉപേക്ഷിച്ചു പോകുന്നുണ്ടോ? ഇല്ല. നല്ല വഴിയെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ പ്രവാചകന്മാർ എന്ത് ചെയ്യുന്നുവെന്നോ? ഹൃദയ പരിവർത്തനം നടത്തി നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഹ്വാനം ഈ ഇസ്രായേൽ ജനത്തിന് നൽകുകയാണ് ഈ പ്രവാചകന്മാർ. നോക്കിക്കേ, ഹൃദയ പരിവർത്തനം വഴി നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഹ്വാനം നൽകുകയാണ് നമ്മുടെ ഈ പ്രവാചകന്മാർ. അങ്ങനെ ഇസ്രായേൽ ജനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരെ നമുക്ക് 3 ഗണങ്ങളായി തിരിക്കാം. എന്തുകൊണ്ടാണെന്ന് കാര്യം സിസ്റ്റർ പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തെ ഗണം വലിയ പ്രവാചകന്മാർ. പേരെളുപ്പമല്ലേ പഠിക്കാൻ? രണ്ടാമത്തെ ഗണം എന്തായിരിക്കും? നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാ. എന്താണിത്? ചെറിയ പ്രവാചകന്മാർ. മൂന്നാമത് മറ്റു പ്രധാനപ്പെട്ട പ്രവാചകന്മാർ. ഇനി ഇതെന്തുകൊണ്ടാണ് വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ എന്നൊക്കെ നാം ഇവിടെ പഠിക്കുന്നത്? പഴയ നിയമഗ്രന്ഥത്തിൽ നാം കാണുന്ന കുറേ പുസ്തകങ്ങളിൽ പ്രവാചകന്മാരുടെ പേരുകൾ കാണാം. കുറച്ച് പേരുകൾ പറയട്ടെ. യെശയ്യ, അതൊരാളുടെ പേരാ. ജെറമിയ, യെസക്കിയേൽ, ദാനിയേൽ. ഈ 4 പ്രവാചകന്മാരുടെയും പുസ്തകങ്ങൾ നമ്മുടെ ഈ പഴയ നിയമഗ്രന്ഥത്തിലുണ്ട്. ആ പുസ്തകങ്ങൾ എന്താണ്? വലുപ്പമുള്ളവയാ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരെ എന്തു പേര് വിളിക്കുന്നു? വലിയ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ ചെറിയ പ്രവാചകന്മാർക്ക് ഈ പേര് വരാനുള്ള കാരണം? ഇവരുടെ പുസ്തകങ്ങളും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. പക്ഷേ ആ പുസ്തകങ്ങൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് അവരെ എന്ത് വിളിക്കുന്നു? ചെറിയ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നു. ചെറിയ പ്രവാചകന്മാർ ആരൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു തരട്ടെ. ഓർത്തിരിക്കുവോ? ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബക്കുക്ക്, സെഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി. എത്ര എണ്ണം കിട്ടി? എളുപ്പമുണ്ടോ പഠിക്കാൻ? ഒന്നുകൂടി പറഞ്ഞു തരാം. ഹോസിയ, ജോയേൽ, ആമോസ്,
ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബക്കുക്ക്, സെഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി. ഇവരാണ് ചെറിയ പ്രവാചകന്മാർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പുസ്തകങ്ങളൊന്നും സ്വന്തം പേരിൽ ഇല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായി പറയുന്ന 2 പ്രവാചകന്മാർ കൂടിയുണ്ട്. അവരാണ് നമ്മുടെ മറ്റു പ്രധാനികൾ എന്ന് പറയുന്ന പ്രവാചകന്മാർ. 1 ഏലിയ, 2 എലീഷ. എളുപ്പമല്ലേ? അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പേരുകൾ സിസ്റ്റർ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുവല്ലോ അല്ലേ? ഇനി ഈ ഓരോ പ്രവാചകന്മാരെ കുറിച്ചും നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത്? പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആളാണ് ആര്? ഏലിയ. ഇസ്രായേൽ ജനത്തിൻ്റെ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആദ്യത്തെ പ്രവാചകനെ നമുക്ക് പറയാം. ഏലിയ തീക്ഷ്ണമതിയായിരുന്നു. കർത്താവാണ് എൻ്റെ ദൈവം എന്നായിരുന്നു ഏലിയ എന്ന പദത്തിൻ്റെ അർത്ഥം. അതുതന്നെയായിരുന്നു ജീവിതത്തിലും. ഇനി ഏത് രാജാവിൻ്റെ കാലത്താണ് ഈ ഏലിയ തൻ്റെ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നതെന്നറിയോ? ആഹാബ് രാജാവ്. ഓർത്തു വെക്കണേ, ആഹാബ് രാജാവ്, ഏലിയ. ഇവിടെ ആഹാബ് രാജാവിൻ്റെ കാലത്ത് രാജ്യത്താകമാനം വിഗ്രഹാരാധന പ്രാബല്യത്തിലായി. ജനങ്ങളെ മുഴുവനും വിഗ്രഹത്തെ വണങ്ങുവാനായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ആഹാബിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, അനുദപിച്ച് കർത്താവായ ദൈവത്തെങ്കിലേക്ക് തിരികെ വരിക. അനുദപിച്ച് കർത്താവായ ദൈവത്തെങ്കിലേക്ക് തിരികെ വരിക. പക്ഷേ ഈ രാജാവ് ഏലിയാവിൻ്റെ വാക്കുകൾ ആദ്യം കേൾക്കുന്നില്ല. അങ്ങനെ വലിയൊരു ക്ഷാമമുണ്ടാവുകയും ബാൽദേവന്മാരുടെ ഒരു ഗണം ഒരു വശത്തും ഏലിയ മറ്റൊരു വശത്തും നിന്ന് സത്യജീവനുള്ള ദൈവമേതാണ് എന്ന് പ്രഘോഷിക്കുവാൻ വേണ്ടി വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്ന രംഗമൊക്കെയാണ് നാം ഈ ഭാഗത്ത് കാണുക. ബാൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രതിമ മാത്രം. ജീവനുള്ള സത്യമായ നമ്മുടെ ദൈവം ഇപ്പുറമുള്ള വശത്തും. അങ്ങനെ കഠിനമായ വരൾച്ചയുടെ അവസാനം മഴ പെയ്യുവാൻ വേണ്ടി ദൈവങ്ങൾക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവസംപ്രീതനായി ആരുടെ ബലിയർപ്പണം കൈക്കൊണ്ടുകൊണ്ടാണോ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് അതായിരിക്കും സത്യവാനായ ദൈവമെന്ന് ഏലിയായുടെ പ്രഘോഷിക്കുകയാണ്. അങ്ങനെ ഏലിയായുടെ ജീവിതത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ സത്യദൈവ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ പ്രവർത്തിച്ച പ്രവാചകനാണ് ഏലിയ. എന്തിൽ? സത്യദൈവ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച പ്രവാചകനാണ് ആര്? ഏലിയ. ഏലിയായും ബാൽദേവന്മാരും ബാൽദേവന്മാരുടെ പുരോഹിതന്മാരും 2 ഭാഗമായി നിന്ന് തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ബലിയർപ്പിക്കുകയും നാട്ടിലുണ്ടായേക്കാവുന്ന ആ കഷ്ടതകളെല്ലാം മാറിപ്പോകുന്നതും ബാൽദേവൻ അമ്പേ പരാജയപ്പെടുന്നതും നമ്മുടെ സത്യമായ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും വിശ്വാസമൊക്കെ പ്രഘോഷിക്കുന്നതുമായ ആ മനോഹരമായ രംഗം ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കിയാലോ? ശ്രദ്ധിച്ചു കാണണം കേട്ടോ. നിങ്ങൾ കോപിക്കുന്നുവോ? നിങ്ങളുടെ ബാൽദേവൻ മഴ ഇതുവരെ തന്നില്ലേ? നിങ്ങൾ കാരണമാണിതെല്ലാം സംഭവിച്ചത്. നിങ്ങളുടെ മായാജാലം. നിങ്ങൾ കാരണമാണ് ആളുകൾ സഹിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇസ്രായേൽക്കാരെയെല്ലാം നാളെ കാർമൽ മലയിൽ വിളിച്ചു കൂട്ടുക. ബാലിന്റെ എല്ലാ പുരോഹിതരെയും പ്രവാചകന്മാരെയും നിങ്ങൾ അവിടേക്ക് വിളിക്കണം. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതൊക്കെ നമുക്ക് നാളെ കാണാം. ഇസ്രായേൽക്കാരെല്ലാം പിറ്റേന്ന് കാർമൽ മലയിൽ വന്നു ചേർന്നു. ബാലിന്റെ പുരോഹിതരും പ്രവാചകന്മാരുമെല്ലാം വന്നിരുന്നു. അവർ ഏകദേശം 850 പേരോളം ഉണ്ടായിരുന്നു.
രണ്ട് തരത്തിലുള്ള ദൈവങ്ങളെ നിങ്ങൾ എത്ര നാളാണ് ആരാധിക്കുവാൻ പോകുന്നത്? എത്ര നാളാണ് ഇങ്ങനെ മനസ്സുമാറി നിങ്ങൾ കഴിയുന്നത്? കർത്താവാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക, എന്നാൽ ബാലാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവനെ അനുസരിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. കർത്താവിന്റെ പ്രവാചകനായി ഞാൻ മാത്രമേയുള്ളൂ, പക്ഷേ ബാലിന് 850 കൂടുതലും. രണ്ട് കാളകളെ കൊണ്ടുവരൂ, ഓരോന്നിനെയും ഓരോ ബലിപീഠത്തിൽ വെക്കൂ. പക്ഷേ തീ കൊളുത്തരുത്. ബലിയർപ്പണത്തിനായി അഗ്നി ആരാണ് അയച്ചു തരുന്നത്, അവനായിരിക്കും യഥാർത്ഥ ദൈവം. അത് നല്ല ഉപായമാണ്. അതെ, ആരാണ് യഥാർത്ഥ ദൈവമെന്ന് ഇന്നറിയാൻ പറ്റും. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അയാൾ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നമ്മൾ തോറ്റുപോയെങ്കിൽ? അതെ, എനിക്ക് പേടി തോന്നുന്നു. തോറ്റാൽ രാജാവ് മിക്കവാറും നമ്മെ കൊല്ലും. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? കാളകളെ കൊണ്ടുവരൂ. ബാലാണ് യഥാർത്ഥ ദൈവമെന്ന് നിങ്ങൾ തെളിയിക്കൂ. ഏലിയ വളരെ ആത്മവിശ്വാസത്തിലാണല്ലോ. ബാലിന്റെ പുരോഹിതരെ നോക്കൂ, അവർ ഇല പോലെ നിന്ന് വിറയ്ക്കുന്നു. ശരി, ഇവിടെ ബാലിന്റെ 850ഓളം പുരോഹിതന്മാരുണ്ടല്ലോ. അവരാദ്യം തുടങ്ങട്ടെ. കാളകളെ കൊണ്ടുവരൂ. ബാലിന്റെ പുരോഹിതന്മാർ ബലിപീഠം തയ്യാറാക്കി, വിറക് നിരത്തി, കാളയെ അറുത്തു ബലിപീഠത്തിൽ വെച്ചു. അവരുടെ ദൈവമായ ബാലിനെ ഉറക്ക വിളിച്ചു തുടങ്ങി. ബാൽദേവാ, അഗ്നി അയച്ചു തരൂ. അഗ്നി അയക്കൂ. ബാൽദേവാ, അഗ്നി അയക്കൂ. അഗ്നി 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 അയച്ചു തരൂ. അഗ്നി 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 ബാൽദേവാ, അഗ്നി 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 ബാൽദേവാ. എന്റെ ദേവാ, ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. എന്തു പറ്റി? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഉറക്ക വിളിക്കൂ. ദേവൻ ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോയിരിക്കുകയായിരിക്കും. ഉറക്ക വിളിക്കൂ. പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും ഉറക്ക വിളിച്ച് നൃത്തം ചെയ്ത് ബാൽദേവനോട് യാചിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ അവർ ഉറക്ക വിളിച്ചിട്ടും മറുപടി ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ദേവൻ അഗ്നി അയക്കാത്തത്? അത് ഇനി ബാൽ യഥാർത്ഥ ദൈവമല്ലാത്തത് കൊണ്ടാണോ? ഏലിയായുടെ ദൈവം അഗ്നി അയക്കുമോ എന്ന് നമുക്ക് നോക്കാം. അവസാനം ഏലിയ ആൾക്കാരെ ബലിപീഠത്തിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. അയാൾ ബലിപീഠമൊരുക്കി, അയാൾ വിറകടുക്കി, കുറച്ച് കല്ലെടുത്ത് ബലിപീഠത്തിന് ചുറ്റും വെച്ചു. എന്നിട്ട് വളരെ വിചിത്രമായൊരു കാര്യം ഏലിയ ചെയ്തു. കാളയുടെയും വിറകിന്റെയും പുറത്ത് വെള്ളമൊഴിക്കാൻ ഏലിയ ആവശ്യപ്പെട്ടു. എന്ത്? ബലിപീഠത്തിന്റെ പുറത്ത് വെള്ളമൊഴിക്കാനാണോ അദ്ദേഹം ആവശ്യപ്പെടുന്നത്? വെള്ളമൊഴിച്ചാൽ പിന്നെ ആ വിറക് എങ്ങനെയാണ് കത്തുക? അയാൾ വിഡ്ഢിയാണ്. ബാൽ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ ദൈവം അഗ്നി അയക്കുക? ഏലിയ പറഞ്ഞതുപോലെ ആളുകൾ ചെയ്തു. അവർ കാളയുടെയും വിറകിന്റെയും പുറത്ത് വെള്ളമൊഴിച്ചു. എല്ലാം വെള്ളം കൊണ്ട് നനഞ്ഞു. ബലിപീഠം മുഴുവൻ വെള്ളത്താൽ നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലിയ മുമ്പോട്ട് വന്ന് മെല്ലെ പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ, നീയാണ് യഥാർത്ഥ ദൈവമെന്നും ഞാൻ നിന്നെ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും നീ തെളിയിക്കൂ. നിന്റെ ശക്തി ഈ ബലഹീനർക്ക് കാണിച്ചു കൊടുക്കൂ. നീയാണ് സത്യമായ ദൈവമെന്ന് ഇവർ കാണട്ടെ. ഏലിയ തന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ബലിപീഠം തീയാൽ മൂടപ്പെട്ടു. തീയെല്ലാം വിഴുങ്ങുകയും ചെയ്തു. എല്ലാം കത്തിത്തീരുകയും ചെയ്തു. ചാലിലെ വെള്ളം പോലും വറ്റിത്തീർന്നു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു പോയ ആളുകൾ എല്ലാവരും സാഷ്ടാംഗം നിലത്തു വീണു. കർത്താവ് തന്നെയാണ് ദൈവം. കർത്താവ്, അവൻ തന്നെയാണ് യഥാർത്ഥ ദൈവം. ക്ഷമിക്കൂ കർത്താവേ, നീ തന്നെയാണ് യഥാർത്ഥ ദൈവം. ഇഷ്ടപ്പെട്ടോ? നോക്കിക്കേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏലിയാവിൻ്റെ ബലിവസ്തുക്കളുടെ മേൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിക്കുകയാ. എന്തൊരു അത്ഭുതമാണല്ലേ! അതാണ് നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. മക്കളെ,
ഈ ഏലിയ എന്ന തീക്ഷ്ണമതിയായ പ്രവാചകന്റെ കാലത്തിന് ശേഷം പിൻഗാമിയായി വന്ന ഒരാളെ കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം. പേര് ഏലീഷ എന്നാണ്. എന്താണ് പേര്? ഏലീഷ. ഏലീഷയുടെ ദൗത്യം മറ്റൊന്നായിരുന്നു. എന്താണെന്നോ? കഷ്ടപ്പെടുന്നവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുക എന്നുള്ളതായിരുന്നു ഏലീഷയുടെ ദൗത്യം. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ദൈവം അയച്ച ഈ 2 പ്രവാചകന്മാരെ നാം പഠിച്ച് ഇവിടെ എത്തി നിൽക്കുകയാണ്. ആരൊക്കെയാണ് പ്രവാചകന്മാർ? ഏലിയായും പിൻഗാമിയായി വന്ന ഏലീഷയും. മനസ്സിലായോ? ഓക്കെ. ഈ പുസ്തകത്തിൽ നിന്നും ഈ 1ാമത്തെ ക്ലാസ്സിൽ നാം എന്ത് ചെയ്യുന്നു? ഈ പാഠം വരെ ഇവിടെ വരെ പഠിച്ചു നിർത്തുകയാണ്. ചോദിച്ചു നോക്കട്ടെ കുറച്ച് ചോദ്യങ്ങൾ. ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? മിടുക്കരാണല്ലോ, സോളമൻ. സോളമൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നു? വിഗ്രഹാരാധന. പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിന് വേണ്ടി സംസാരിക്കുന്നവൻ. പ്രവാചകന്മാരുടെ ദൗത്യം എന്തായിരുന്നു? ഇസ്രായേൽ ജനത്തെ നേർവഴിക്ക് നയിക്കുക. പ്രവാചകന്മാരെ എത്രയായി തിരിക്കാം? മറന്നുപോയോ? എത്രയായി തിരിക്കാം? 3ആയി തിരിക്കാം. വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ, മറ്റ് പ്രധാനികൾ. ഏറ്റവും ആദ്യത്തെ പ്രവാചകൻ ആരായിരുന്നു? ഏലിയ. ഏലിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കർത്താവാണ് എൻ്റെ ദൈവം. പഠിച്ചോ? മിടുക്കരല്ലേ? അപ്പോൾ നമുക്ക് ഈ ആഴ്ച വായിച്ച് മനസ്സിലാക്കാൻ ഒരു വചനഭാഗം വേണ്ടേ? അത് ആകർഷകമായ വചനഭാഗമാണ് കേട്ടോ. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 20 മുതൽ 40 വരെയുള്ള വചനങ്ങൾ. അവിടെ എന്താണെന്നോ? കർത്താവ് തന്നെ ദൈവം എന്ന് തെളിയിക്കുന്നതിനായി ഏലിയ പ്രവാചകൻ പ്രവർത്തിച്ച അത്ഭുതമാണ് വിവരിക്കുന്നത്. നന്നായി വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. പഠിക്കാൻ ഒരു ചെറിയ വചനം പറഞ്ഞു തരട്ടെ. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. ഏതാണ് വചനം? ആമോസ് 5:15. ഏതാണ് വചനം? തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. പഠിച്ചോ? ഈ ആഴ്ചയിൽ മുഴുവനും ഈ വചനം ഉരുവിട്ടുകൊണ്ട് നടക്കണം കേട്ടോ. അങ്ങനെ ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മൾ നിറയണം. നമ്മളും ആരായി മാറണം? ഒരു കുഞ്ഞു പ്രവാചകൻ ആയിട്ട് നമ്മൾ മാറണം. ഓക്കെ. നമ്മൾ ഇത്രയും നേരം അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നാലോ? കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, ജീവിതത്തിലെ തെറ്റായി പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തരെയും അങ്ങ് അയക്കുന്നുവെന്ന് ഈ പാഠത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ഈശോയെ, എന്നും അങ്ങേക്കിഷ്ടമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ചെറുതും വലുതുമായിട്ടുള്ള തിന്മകൾ ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ അതിലേക്ക് വീണുപോകാതെ എന്നും അങ്ങയുടെ കൈപിടിച്ച് നടക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞു ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.